എന്താണ് സ്വഭാവ രൂപീകരണത്തിൻ്റെ പ്രക്രിയ? ഏതുപോലെ ഒരു പടർന്നു പന്തലിച്ച് നിൽക്കുന്ന വൃക്ഷം, ഫലദായകമായ വൃക്ഷം. അപ്പം ആ വൃക്ഷം അനേകർക്ക് തണലേകുന്നു, ഉപകാരപ്പെടുന്നു. അപ്പം അതുപോലെ നല്ല സ്വഭാവമുള്ളൊരു വ്യക്തി, ആ വ്യക്തി സ്വയം തനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പം ഈ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഫലദായകമായ വൃക്ഷത്തിന്റെ രൂപീകരണത്തിന് ജലവും സൂര്യപ്രകാശവും വളവും ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെ അതിനേക്കാളെല്ലാം പ്രാധാന്യം അർഹിക്കുന്നതാണ് ആ വിത്തിന്റെ ക്വാളിറ്റി. തീർച്ചയായിട്ടും എങ്ങനെയുള്ള വിത്താണ് ഞാൻ നടുന്നത്, അതിനനുസരിച്ചുള്ള വൃക്ഷമാണ് വളർന്നു വലുതായിട്ട് വരുന്നത്. അപ്പം അതുപോലെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയിട്ടും, സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന വൃക്ഷം പോലെയാണ്. അതിന് നമ്മൾ വീട്ടിലെ അന്തരീക്ഷവും അതുപോലെ തന്നെ സ്നേഹവും പാലനയും ഇതെല്ലാം കൊടുക്കുന്നുണ്ട് എങ്കിലും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ക്വാളിറ്റി ഓഫ് തോട്ട്സ്.